പ്രവീൺ പുരുഷോത്തമൻ പ്രകടനമായി എത്തി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. പ്രവർത്തകരെല്ലാവരും വിമതരുടെ ഒരു സംഘാടനം ഉണ്ടായിരിക്കുന്നു, അവരാണ് ഈ പ്രതിഷേധവുമായി എത്തുന്നത് എന്നൊരു വിലയിരുത്തലോടെയാണോ കമ്മിറ്റി ഓഫീസിനുള്ളിൽ നിന്ന് പാർട്ടി ഈ പ്രകടനത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോഴും അവർ തുടരുകയാണോ? കരുനാഗപ്പള്ളി CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വിമതർ ഇപ്പോഴും സമരം തുടരുകയാണ്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പാർട്ടി ഏരിയ നേതൃത്വം തയ്യാറായില്ല എന്നാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പരാതി. അതുമാത്രവുമല്ല, ഈ CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വിമത വിഭാഗത്തെ പോലീസ് തടയുകയും ചെയ്തു. ഈ സമരക്കാർ പ്രധാനമായും പറയുന്നത് തങ്ങളും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരാണ്, തങ്ങളുടെ നേതൃത്വത്തോട് ഒരു പരാതി പറയാൻ വരുമ്പോൾ പോലീസ് എന്തിനാണ് തങ്ങളെ തടയുന്നത് എന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പാർട്ടി നേതൃത്വം ഇവരുടെ ആവശ്യങ്ങൾ ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. CPIMന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് ഭാരവാഹികളോ ഈ സമരക്കാരുമായി സംസാരിച്ചിട്ടില്ല, ആശയവിനിമയം നടത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, വിമത വിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, ഇന്നിപ്പോൾ തൽക്കാലം തങ്ങൾ സമരം അവസാനിപ്പിക്കുന്നു, പക്ഷേ തങ്ങളുടെ പ്രതിഷേധ സമരം ഇനിയും തുടരും എന്ന് തന്നെയാണ് ഈ സമരക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വനിതാ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഈ CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ഇന്നത്തേക്ക് ഏതായാലും സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. തങ്ങൾക്ക് പാർട്ടി നേതൃത്വവുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലീസുകാർ തങ്ങളെ തടഞ്ഞു. ഇപ്പോൾ സുജയ, ഇപ്പോൾ ഏതായാലും ഈ പാർട്ടി ഇപ്പോൾ ഈ പരാതിയുമായി വന്ന ആളുകൾ ഏതായാലും മടങ്ങിപ്പോവുകയാണ്. കഴിഞ്ഞ ദിവസം CPIM ലോക്കൽ പ്രതിനിധി സമ്മേളനമാണ് നടന്നത്. അവിടെ വെച്ചാണ് പ്രധാനമായും ഈ വിമത വിഭാഗം പ്രതിഷേധവുമായി എത്തിയത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പ് തങ്ങൾ അംഗീകരിക്കില്ല. പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്, അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇന്നലെ 80-ലധികം പ്രതിനിധികളാണ് CPIM ഈ ലോക്കൽ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത്. അതിൽ ഭൂരിപക്ഷം പേരും ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താതെ അവിടെ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെ 2 അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ തങ്ങൾക്ക് തടയേണ്ടി വന്നതെന്നാണ് പരസ്യമായി തന്നെ ഈ വിമത വിഭാഗം പറയുന്നത്. തങ്ങൾ ഒരിക്കലും ഈ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ഒപ്പം തന്നെ മറ്റു ഭാരവാഹികളെയും അംഗീകരിക്കില്ല. ഇനി വരും ദിവസങ്ങളിലും സമരം തുടരും. ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു സമരത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം കണ്ണു തുറക്കുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഏതായാലും ഇപ്പോൾ ഇവിടെ കൂടിയ വിമത വിഭാഗം പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കരുനാഗപ്പള്ളി മേഖലയിൽ CPIMന്റെ വിമത വിഭാഗവും ഒപ്പം തന്നെ ഔദ്യോഗിക പക്ഷവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം ഇനിയും തുടരുമെന്ന് തന്നെ നാം മനസ്സിലാക്കുന്നു. കാരണം ഇപ്പോൾ ഔദ്യോഗിക പക്ഷം ഒരു രീതിയിലും വിമത വിഭാഗവുമായി ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു അനുനയ സംഭാഷണത്തിനോ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വിമത വിഭാഗം കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമൻ.